മലയാളി കുടുംബ പ്രേക്ഷകർ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഏറ്റെടുത്ത ജനപ്രിയ പരമ്പരയാണ് കുടുംബവിളക്ക്. പരമ്പര അവസാനിച്ചെങ്കിലും അതിലെ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷക മനസ്സുകളിൽ ഇന്നുമുണ്ട്. സുമിത്രയ്ക്കും രോഹിത്തിനുമൊപ്പം ഇവരുടെ കല്യാണത്തിന് ചുക്കാൻ പിടിച്ച കൂട്ടുകാരി നിലീനയെയും ആരാധകർ എന്നും ഓർത്തിരിക്കും. വല്ലപ്പോഴും പരമ്പരയിൽ വന്നുപോകുന്ന കഥാപാത്രമാണെങ്കിലും നിലീന പ്രേക്ഷകപ്രിയം നേടിയിരുന്നു. ഇപ്പോഴിതാ നിലീനയുടെ യഥാർത്ഥ ജീവിതമാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഭർത്താവും 2 മക്കളുമുള്ള നടിയുടെ യഥാർത്ഥ പേര് ബിന്ദു പങ്കജ് എന്നാണ്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം സീരിയലുകളുമായി തിരക്കിലാണ് ബിന്ദു ഇപ്പോൾ. കണ്ണൂർ സ്വദേശിയാണ് ബിന്ദു പങ്കജ്. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് സ്വദേശിയും ഡിവൈഎസ്പിയും വോളിബോൾ പരിശീലകനുമൊക്കെയായ അശോകൻ ചെമ്പാടനാണ് ബിന്ദുവിൻ്റെ ഭർത്താവ്. 5 വർഷം മുമ്പാണ് ഭർത്താവ് പോലീസ് ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചത്. ചെറുപ്പം മുതൽക്കേ വോളിബോൾ എന്ന കായികത്തോട് ഏറെ ഇഷ്ടം പുലർത്തിയിരുന്ന അശോകൻ അതുവഴിയാണ് പോലീസിലേക്ക് ജോലിക്ക് കയറിയതും. 2 മക്കളാണ് ഇവർക്കുള്ളത്. ഗായത്രി അശോകനും ഗൗതം അശോകും. മകൻ ഓസ്ട്രേലിയയിലെ പഠനം കഴിഞ്ഞ് ജോലി നോക്കുകയാണിപ്പോൾ. മകൾ ഗായത്രി അമ്മയുടെ പാത പിന്തുടർന്ന് എത്തിയത് സിനിമയിലേക്കാണ്. മലയാളികൾക്ക് എല്ലാം പരിചിതയാണ് ബിന്ദുവിന്റെ മകൾ ഗായത്രി. ബാലു വർഗീസ് നായകനായ ലഡുവിൽ നായികയായി എത്തിയ ഗായത്രി ബിന്ദുവിന്റെ മകളാണെന്ന് അധികമാർക്കും അറിയുമായിരുന്നില്ല. ഗായത്രി അറിയാതെ ബിന്ദുവാണ് ഓഡീഷനു വേണ്ടി മകളുടെ ഫോട്ടോയും വിവരങ്ങളുമെല്ലാം അയച്ചു നൽകിയിരുന്നത്. അതുവഴിയാണ് സിനിമയിലേക്ക് പ്രവേശനം കിട്ടിയതും. ലഡു എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ ഗായത്രി സ്റ്റാർ, മെമ്പർ രമേശൻ, 9ാം വാർഡ്, സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നീ ചിത്രങ്ങളിലൂടെയാണ് ശ്രദ്ധേയയായി മാറിയത്. മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തിയ ഫൂട്ടേജിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിലെത്തിയപ്പോൾ ഗായത്രിയുടെ ലുക്കും വൈറലായി മാറിയിരുന്നു. ഇപ്പോൾ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് അത് വൈറലായപ്പോഴാണ് ബിന്ദുവിന്റെ മകളാണ് ഗായത്രി എന്ന വിശേഷവും ആരാധകരിലേക്ക് എത്തിയത്. കണ്ടാൽ അമ്മയും മകളുമാണെന്ന് പറയുകയേയില്ല. അത്രയും ഭംഗിയിലും കൂട്ടുകാരെ പോലെയുമാണ് ഇരുവരും നിൽക്കുന്നത്. ഒട്ടനവധി പരമ്പരകളുടെ ഭാഗമായിരുന്നു ബിന്ദു എങ്കിലും നിലീനയായി എത്തിയതോടെയാണ് നിറഞ്ഞ കയ്യടി താരത്തിന് ലഭിക്കുന്നത്. മിനി സ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിലും ബിന്ദു ഭാഗമായിട്ടുണ്ട്. കുടുംബവിളക്കിലെ ബിന്ദുവിൻ്റെ വേഷവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സുമിത്രയുടെ വലംകൈയായി പരമ്പരയിൽ തിളങ്ങിയ നിലീന ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഗീതാഞ്ജലിയിലും അഭിനയിക്കുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച സ്വീകരണം ലഭിച്ച നിലീന കണ്ണൂർ സ്വദേശിയാണെങ്കിലും ആലുവയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അമ്മ ബിന്ദു പങ്കജിന്റെ പിറന്നാൾ മകൾ ആഘോഷമാക്കുകയും പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ നടി ദിവ്യപ്രഭ, മീര വാസുദേവൻ തുടങ്ങിയ നിരവധി താരങ്ങളാണ് ബിന്ദുവിന് പിറന്നാൾ ആശംസകളുമായി എത്തിയത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ ബിന്ദു പങ്കജ് മക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ മാത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. അശോകനും അങ്ങനെ തന്നെ. ഇരുവരും ഒരുമിച്ചുള്ള കുടുംബ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാനേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.